Hello. Hello. Welcome to our first video. ഫസ്റ്റ് എന്താ പറയണ്ടേ? ഫസ്റ്റ് വീഡിയോയിൽ ശരിക്കും എന്തൊക്കെയാ കുറച്ച് ഇങ്ങോട്ടേക്ക് ആയിപ്പോയോ? ഇല്ല, അത് നമുക്കനുസരിച്ചിട്ട് മാറണം. നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ, അറിയാത്ത ആൾക്കാരും. സോ മൈ നെയിം ഇസ്, അങ്ങനെ പറയണ്ടല്ലേ, എൻ്റെ പേര് ഋതുല്യ. സോ മൈ മിസ്റ്റേക്ക്, ബിഹൈൻഡ് ദ ക്യാമറമാൻ അല്ല, ഓൾ ഇൻ ഓൾ ഇവനാണ് മെയിൻ. സോ ഹായ്, നമ്മൾ എന്താ പ്ലാൻ? നമ്മൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പെട്ടെന്നല്ല, കുറച്ച് കാലമായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു മെൻ്റൽ ഹെൽത്തും ഒരു ടൈമും ഒരു സിറ്റുവേഷൻസും ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം കുറച്ചായിട്ട് നമ്മൾ അതിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഒരു തോട്ട് വന്നു, എന്നാൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് നമ്മളുടെ റാൻഡം വീഡിയോസ് അല്ലേ, റാൻഡം ആയിട്ട് നടക്കുന്ന ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാൻ വന്ന്. അങ്ങനെ കോണ്ടന്റ് വൈസ് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. മേ ബി അത് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് അതിനൊത്തിട്ട് അതിന് കണക്കായിട്ട് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാം. അപ്പം അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അങ്ങനെയൊന്നും ഇല്ല, ഇപ്പൊ പോകുന്നതാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാം. നമുക്ക് പിന്നെ നമ്മളെ കുറിച്ച് പറയാനെന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ലണ്ടനിലാണ് ഉള്ളത്. നമ്മൾ ഇവിടെ വന്നത് സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന്, നമ്മൾ പഠിച്ചത് ഫിലിം പ്രൊഡക്ഷനാണ്. അപ്പം ഫിലിം ബേസ്ഡ് അല്ലെങ്കിൽ വീഡിയോ ക്രിയേഷൻ, കോണ്ടന്റ് ക്രിയേഷൻ, ടെക്നിക്കാലിറ്റീസ്, ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഒരു ഒരു മേഖല, ഒരു മീഡിയ ഇതായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയുന്ന കാര്യങ്ങൾ. ഇവക്ക് പിന്നെ കുറച്ചുകൂടിയും ഈ പറയുന്ന യൂട്യൂബ് ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ വന്ന് കുറച്ചുകൂടി പരിചയമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇല്ലില്ല, ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2019-20 ടൈം, ഡിഗ്രി കഴിഞ്ഞ പാട് കുറച്ചൊരു ടൈം, ചെറിയൊരു ഷോർട്ട് ടൈമിലേക്ക്. അപ്പം അങ്ങനെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഒരു യൂട്യൂബ് ചാനലായിട്ടൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ട്, അങ്ങനെ ഒരു കോണ്ടന്റ് പുഷ് ചെയ്യുന്ന ഒരു ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയണ്ടേന്ന് അറിയില്ല, ഫസ്റ്റ് വീഡിയോയിൽ എന്താ പറയണ്ടേന്ന് കാര്യമായിട്ട് അറിയില്ല. ബേസിക്കലി ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ രണ്ടുപേരെയും പോകെ എനിക്ക് ആളുകൾക്ക് അറിയാൻ പറ്റുന്നത്. അപ്പൊ നമ്മളെ പറ്റി കുറെ കഥ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം ഇനീഷ്യലി ഉള്ള വീഡിയോസ് ഒക്കെ ചിലപ്പം ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുള്ളതായിരിക്കും. അപ്പൊ ഇമ്പ്രൂവ്മെന്റ്സിന് കമന്റ് സെഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും. നമ്മളുടെ എല്ലാം, നമ്മളുടെ ലേണിംഗ് പീരിയഡ്, സ്റ്റഡിങ് എല്ലാം കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, അതിനാണ് നമ്മൾ വിചാരിക്കുന്നത്. ചാനലിന് നെയിം ചെയ്തത് റീസെന്റ് ആൽബംസ് എന്നാണ്. അപ്പോൾ റീസെന്റ് ആൽബംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജ് നമ്മൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ആക്റ്റീവ് അല്ലാതെ ആയിപ്പോയി. അപ്പോൾ ആ പേര് തന്നെ എടുക്കാം എന്നുള്ളൊരു പ്ലാൻ വന്നു. റെലവെന്റ് ആയിട്ട് തോന്നി, കാരണം നമുക്ക് അങ്ങനെ ഇപ്പം ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ആൽബംസ്, നമ്മളുടെ കാര്യങ്ങൾ എന്താണോ നടക്കുന്നത് അത് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക, അത് നല്ല രീതിയിൽ വ്യൂവേഴ്സിൽ എത്തിക്കുക, പ്രസന്റ് ചെയ്യാം, കാണിക്കാൻ പറ്റുക. അതാണ് നമ്മുടെ എക്യുപ്മെന്റ്സ് എല്ലാം വെച്ചിട്ട് നല്ലൊരു ഔട്ട് എടുക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഈ ജേർണിയിൽ സപ്പോർട്ടായിട്ട് ആൾക്കാരുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ബിഗിനിങ് സ്റ്റേജാണ്, ലേണിംഗ് പീരീഡ് ആണ്. ചിലപ്പം വീഡിയോസ് ഒക്കെ ഭയങ്കര ഗംഭീരം, വലിയ ഡയലോഗൊക്കെ വന്ന് അടിച്ചിട്ട് എന്തുവാ വീഡിയോസ് ഒക്കെ ആക്കി വെക്കുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. കുറച്ചും കൂടി ആകുമ്പോഴത്തേക്കും നല്ല കോണ്ടന്റ്സും നല്ല വീഡിയോസും വ്യൂവേഴ്സിന് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാ സപ്പോർട്ടും വേണം. സോ വാട്ട് ഷുഡ് ബി സേ, ലൈക്ക് ഷെയർ, സബ്സ്ക്രൈബ്, അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചങ്ങോട്ട് പൊളിക്കുക അല്ലേ. അപ്പൊ വേറൊന്നുമില്ല. Bye bye. See you guys. Bye bye.